കനത്ത തിരിച്ചടിയാണ് ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് പാകിസ്ഥാൻ നേരിടേണ്ടി വന്നിരിക്കുന്നത്. നേരത്തെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സൈനിക താവളങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ട് പാകിസ്ഥാൻ നടത്തിയ ആക്രമണത്തിന് ചുട്ട മറുപടി ഇന്ത്യ നൽകിയിരിക്കുന്നു. പാകിസ്ഥാനിൽ ഇപ്പോൾ ഇന്ത്യയുടെ തീമഴ, ഇന്ത്യയുടെ മിസൈൽ ആക്രമണം അത് ലാഹോറിൽ, ഇസ്ലാമാബാദിൽ, സിയാൽകോട്ടിൽ, റാവൽപിണ്ടിയിൽ അങ്ങനെ പ്രധാനപ്പെട്ട നഗരങ്ങളിലൊക്കെ ഇന്ത്യ ശക്തമായ തിരിച്ചടി, ശക്തമായ മിസൈൽ ആക്രമണം നടന്നുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ തന്നെ അറിയാം, പാകിസ്ഥാന്റെ വ്യോമ സംവിധാനങ്ങൾ ഇന്ത്യ തകർത്ത് തരിപ്പണമാക്കിയിരുന്നു. അതിനുശേഷം വീണ്ടും ഇന്ത്യൻ മണ്ണിലേക്ക് കടന്ന് ആക്രമണം നടത്താൻ മുതിരുകയാണ് പാകിസ്ഥാൻ ചെയ്തത്. അവർക്ക് വീണ്ടും കനത്ത തിരിച്ചടി നൽകുകയാണ് പാക് മണ്ണിൽ കടന്നുകൊണ്ട് ഇന്ത്യയിൽ കടന്നുകൊണ്ടുള്ള പാകിസ്ഥാന്റെ ആക്രമണങ്ങൾ ഒന്നുപോലും ലക്ഷ്യത്തിലെത്തിക്കാൻ അവർക്കായില്ല. അതിനു മുമ്പ് തന്നെ ആകാശത്ത് വെച്ച് തന്നെ എല്ലാ ആക്രമണങ്ങളും വിഫലമാക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞു. ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്ക് കഴിഞ്ഞു. അവർ പഞ്ചാബ് ലക്ഷ്യമിട്ടു, ജലന്ധർ, പത്താൻകോട്ട് എന്നിവ ലക്ഷ്യമിട്ടു, ഗുജറാത്ത് ലക്ഷ്യമിട്ടു, രാജസ്ഥാൻ അതിർത്തി ലക്ഷ്യമിട്ടു. അവിടെ ജയ്സാൽമറിലെ എയർബേസ് സ്റ്റേഷനാണ് ലക്ഷ്യമിട്ടത്. അങ്ങനെ നിരവധി സ്ഥലങ്ങൾ, ജമ്മു വിമാനത്താവളം, ജമ്മു സർവകലാശാല, ജമ്മുവിലെ സൈനിക താവളം, അങ്ങനെ നിരവധി സ്ഥലങ്ങൾ ലക്ഷ്യമിട്ട് പാകിസ്ഥാൻ ഇന്ന് വൈകിട്ട് ഏതാണ്ട് 6 മണിയോടുകൂടി തുടങ്ങിയ വ്യോമാക്രമണത്തിന് ചുട്ട മറുപടി നൽകി. അവരുടെ പ്രധാനപ്പെട്ട പോർ വിമാനങ്ങളിൽ 3 എണ്ണം F-16 ഒരെണ്ണവും 2 JF-16 ചൈനീസ് നിർമ്മിത വിമാനങ്ങളും ഇന്ത്യ വെടിവെച്ച് വീഴ്ത്തി. 3 അവാക്സ് വിമാനങ്ങൾ, വ്യോമ നിരീക്ഷണ സംവിധാനമായ 3 അവാക്സ് വിമാനങ്ങളും ഇന്ത്യ വെടിവെച്ച് വീഴ്ത്തി. നിരവധി ഡ്രോണുകൾ, ഏതാണ്ട് 50-ലേറെ ഡ്രോണുകളാണ് വിവിധ സ്ഥലങ്ങളിലായി ഇന്ത്യ തകർത്ത് തരിപ്പണമാക്കിയത്. അങ്ങനെ ഇന്ത്യ ശക്തമായ മറുപടി പാകിസ്ഥാന് നൽകിയതിനു ശേഷം, നേരത്തെയുള്ള അവരുടെ വ്യോമാക്രമണം നിഷ്ഫലമാക്കിയതിനു ശേഷം ഇന്ത്യ പാക് മണ്ണിലേക്ക് കടന്ന് വലിയ തിരിച്ചടി ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്. അതും അവരുടെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ. നേരത്തെ ഹാഷ്മി പറഞ്ഞതുപോലെ പാകിസ്ഥാൻ സൈന്യത്തിൻ്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്ന റാവൽപിണ്ടിയിൽ, ലാഹോറിൽ, തലസ്ഥാനമായ ഇസ്ലാമാബാദിൽ, സിയാൽകോട്ടിൽ, അങ്ങനെ പ്രധാനപ്പെട്ട നഗരങ്ങളിൽ ഇന്ത്യൻ മിസൈലുകൾ ഇപ്പോൾ തീ തുപ്പുകയാണ്. പാക് നഗരങ്ങളിൽ കനത്ത തിരിച്ചടി പാകിസ്ഥാൻ നേരിടുന്നു. ഇതിനിടെ നിരവധി ചർച്ചകൾ ഡൽഹിയിൽ നടക്കുന്നുണ്ട്. സേനാ മേധാവികളുമായി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ചർച്ച നടത്തുന്നു. സംയുക്ത സൈനിക മേധാവിയും ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നു. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കണ്ട് സ്ഥിതിഗതികൾ ധരിപ്പിക്കുന്നു. ഇതിനിടെ കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അദ്ദേഹത്തെ അമേരിക്കൻ സുരക്ഷാ ഉപദേഷ്ടാവ് മാർക്കോ റൂബിയോ ഫോണിൽ വിളിക്കുന്നു. മാർക്കോ റൂബിയോ ജയശങ്കറുമായി സംസാരിച്ചതിനു ശേഷം, ഇന്ത്യ എടുക്കുന്ന നടപടികൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചതിനു ശേഷം അദ്ദേഹം പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫുമായും സംസാരിച്ചിട്ടുണ്ട് അല്പസമയം മുമ്പ്. ആ നിലയിലുള്ള ചർച്ചകൾ ഇറ്റാലിയൻ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവുമായും ഇന്ത്യയുടെ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ ചർച്ച നടത്തുന്നു. ഇറ്റലിയുടെ വിദേശമന്ത്രിയുമായി കേന്ദ്ര വിദേശകാര്യമന്ത്രി ചർച്ച നടത്തുന്നു. യൂറോപ്യൻ യൂണിയൻ ഇന്ത്യക്ക് പിന്തുണ പ്രഖ്യാപിക്കുന്നു. അതിൽ 27 അംഗരാഷ്ട്രങ്ങളും ഇന്ത്യൻ നടപടിക്കൊപ്പം എന്ന നിലയിൽ അവരുടെ തീരുമാനം വരുന്നു. അങ്ങനെ ഇന്ത്യ വലിയ പിന്തുണ നേടുന്നു. അതേസമയം തന്നെ പാകിസ്ഥാന് ശക്തമായ തിരിച്ചടി നൽകുന്നു. പാകിസ്ഥാൻ തുടങ്ങിവെച്ചു, ഇന്ത്യ ചുട്ട മറുപടി നൽകിക്കൊണ്ടേയിരിക്കുന്നു. ഹാഷ്മി, ഇപ്പോൾ അമിത്ഷാ പാരാമിലിറ്ററി വിഭാഗങ്ങളുടെ മേധാവിമാരുമായി സംസാരിക്കുന്നതാണ് അറിയാൻ കഴിയുന്നത്. കൂടുതൽ ജാഗ്രതയിലേക്ക് രാജ്യം പോകുന്നു. രാജ്യത്തെ വിമാനത്താവളങ്ങളിൽ അഡീഷണൽ സെക്യൂരിറ്റി ഇപ്പോൾ പറയുന്നുണ്ട്. യാത്രക്കാർ ഒരു അഡീഷണൽ സെക്യൂരിറ്റി ചെക്കിന് കൂടി തയ്യാറാകണം എന്നുള്ളതാണ് നിർദ്ദേശം. ശ്രീ ഗംഗാനഗറിൽ റെഡ് അലർട്ട് എന്ന വാർത്ത വരുന്നുണ്ട്. പൊതുജനങ്ങൾ ഒരു തരത്തിലും പരിഭ്രാന്തരാകരുത് എന്നാണ് ഭരണകൂടം ഇപ്പോൾ പറയുന്നത്. അതിനിടയിൽ ഇന്ത്യയിലെ ഇസ്രായേൽ അംബാസഡർ റൂവൻ അസർ പഹൽഗാം ആക്രമണത്തെ അപലപിച്ചു. പാകിസ്ഥാനിലെ ഹമാസിന്റെ സ്ഥാനത്തിൽ അവർ ആശങ്ക പ്രകടിപ്പിക്കുകയും ചെയ്തു. എന്തായാലും അമിത്ഷാ ഇപ്പോൾ പാരാമിലിറ്ററി വിഭാഗങ്ങളിലെ മേധാവിമാരെ സംസാരിക്കുമ്പോൾ അതിർത്തി സാഹചര്യം വിലയിരുത്തുകയാണ്. അച്യുതൻ ചേരുന്നു. അച്യുതൻ, ശ്രീ ഗംഗാനഗറിൽ റെഡ് അലർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ഹാഷ്മി, രാജസ്ഥാനിലെ ശ്രീ ഗംഗാനഗറിലാണ് ഇപ്പോൾ റെഡ് അലേർട്ട് ഭരണകൂടം പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ചില നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്. പൊതുജനങ്ങൾ പുറത്തേക്ക് ഇറങ്ങരുത്, സുരക്ഷിതമായ സ്ഥാനത്ത് തന്നെ തുടരണം, ഒരു തരത്തിലും പരിഭ്രാന്തരാകേണ്ട ഒരു സാഹചര്യമില്ല. നിലവിലിവിടെ വൈദ്യുതി പൂർണ്ണമായി വിച്ഛേദിച്ചിരിക്കുകയാണ്. ഈ പാക് പ്രകോപനമുണ്ടായ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ അത്തരമൊരു നടപടി സ്വീകരിച്ചിരിക്കുന്നത്. റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് അവിടെ അതീവ ജാഗ്രത ഇപ്പോൾ ഭരണകൂടം പുലർത്തുകയാണ്. അതിനിടയിൽ ഇപ്പോൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ BSF DG
ജിയുമായും അതുപോലെ തന്നെ CISF DGയുമായും ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കുകയാണ്. അതിർത്തി സാഹചര്യം, ഒപ്പം തന്നെ വിമാനത്താവളങ്ങൾ ഉൾപ്പെടെയുള്ളവയുടെ സുരക്ഷ ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഈ യോഗത്തിൽ വിലയിരുത്തുന്നതായുള്ള വിവരങ്ങൾ ഇപ്പോൾ ലഭിക്കുന്നത്. അങ്ങനെ ഈ മണിക്കൂറിൽ രാജ്യം അതീവ ജാഗ്രത പുലർത്തിക്കൊണ്ടാണ് പാക് പ്രകോപനത്തെ നേരിടുന്നത്. അതിന് അതിർത്തി സംസ്ഥാനങ്ങളിലെ അതിർത്തി മേഖലകളിലടക്കം ഇപ്പോൾ അതീവ ജാഗ്രത പുലർത്തുന്നു. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ എല്ലാ തരത്തിലുള്ള തയ്യാറെടുപ്പുകളും പൂർത്തിയായി കഴിഞ്ഞു എന്നതാണ്. പാകിസ്ഥാന് തക്കതായ തിരിച്ചടി ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഇത് സേനയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ഇപ്പോൾ ഈ ഘട്ടത്തിൽ പുറത്തു പറയാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ സൈനിക നീക്കങ്ങൾ ഈ ഭാഗത്ത് നടക്കുന്നുണ്ട്. മറുവശത്ത് പാകിസ്ഥാന് കൃത്യമായ തിരിച്ചടി ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുകയാണ് ഹാഷ്മി. ഓക്കെ, അതിശക്തമായ തിരിച്ചടി ലാഹോറിന്റെ റാവൽപിണ്ടിയുടെ ആകാശത്തൊക്കെ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യൻ സേന. ഉറിയിൽ ജനവാസ മേഖലയിലേക്ക് പാകിസ്ഥാൻ അയച്ച ഡ്രോൺ തകർത്തു. അതിർത്തി മേഖലയിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം നടക്കുന്നു. ഈ രാത്രി 42 മണിക്കൂർ 24 മണിക്കൂർ അതിനിർണായകമാണ്. ഈ രാത്രി എന്തായാലും നിർണായകമാണ്. നമ്മുടെ സേനകൾ, നമ്മുടെ അതിർത്തി സംവിധാനങ്ങളൊക്കെ കണ്ണു തുറന്ന് കാവ് തുറന്ന് നമ്മുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ആക്ടിവേറ്റ് ആക്കി കാത്തിരിക്കുന്നു. പാകിസ്ഥാന്റെ ശത്രു രാജ്യത്തിന് ഏതെങ്കിലും തരത്തിലുള്ള മിസൈലിന് വ്യോമാതിർത്തി കടക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഏതോ ഒരെണ്ണമെന്തോ വീണുവെന്നല്ലാതെ കൂട്ടത്തോടെ എത്തിയ ഡ്രോണുകൾ അത്രയും ആക്രമിച്ചിട്ടു. അതിന്റെ ദൃശ്യങ്ങളാണ്, അതിന്റെ വാർത്തകളാണ് പ്രേക്ഷകർ കണ്ടത്.